എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിൽ നടന്ന 2026 T20 ലോകകപ്പിന്റെ ആദ്യ സെമിഫൈനലിൽ സംഭവിച്ചത് മുഴുവൻ ക്രിക്കറ്റ് ലോകത്തെയും അക്ഷരാർത്ഥത്തിൽ നടുക്കിയിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 169 റൺസ് എന്ന വലിയ ലക്ഷ്യം പിന്തുടർന്ന ഫിൻ അലൻ വെറും 33 പന്തിൽ പുറത്താകാതെ സെഞ്ചുറി അടിച്ചുകൂട്ടി ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ ചരിത്രമാണ് തിരുത്തിക്കുറിച്ചത്. ഈ ഭയാനകവും അവിശ്വസനീയവുമായ ഇന്നിംഗ്സിന്റെ പിൻബലത്തിൽ ന്യൂസിലൻഡ് ഈ സെമിഫൈനൽ വെറും 12.5 ഓവറിൽ 9 വിക്കറ്റിന് വിജയിച്ച് തലയുയർത്തി ഫൈനലിൽ ഇടം നേടി. എന്നാൽ ഈ കൊടുങ്കാറ്റ് സെഞ്ചുറിക്കും ചരിത്ര വിജയത്തിനും ശേഷം മൈതാനത്തരങ്ങേറിയ കാഴ്ച ഓരോ ക്രിക്കറ്റ് ആരാധകന്റെയും കണ്ണുകളെ ഈരനണിയിക്കുന്നതും അതിനുമപ്പുറം ചില വലിയ സത്യങ്ങൾ വിളിച്ചു പറയുന്നതുമായിരുന്നു. വിജയമുറപ്പിച്ച നിമിഷം ഫിൻ അലൻ തന്റെ ഹെൽമറ്റ് ഊരി ബാറ്റ് താഴെ വെച്ച് പിച്ചിന്റെ നടുവിൽ മുട്ടുകുത്തിയിരുന്ന് കൊച്ചുകുട്ടികളെപ്പോലെ പൊട്ടിക്കരയുകയായിരുന്നു. തന്റെ ഈ കണ്ണീരിനിടയിൽ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനായി മൈക്കിന് മുന്നിലെത്തിയ ഫിൻ അലൻ തന്റെ ചരിത്രപരമായ ഇന്നിംഗ്സ് ആഘോഷിക്കുന്നതിനു പകരം ഇന്ത്യൻ ടീമിനെയും ഇന്ത്യൻ ആരാധകരെയും കുറിച്ചു പറഞ്ഞ ഹൃദയസ്പർശിയായ കാര്യങ്ങൾ ഇന്ന് മുഴുവൻ ഇന്ത്യക്കാരുടെയും ഹൃദയം കീഴടക്കിയിരിക്കുകയാണ്. ഈഡൻ ഗാർഡൻസിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 20 ഓവറിൽ 8ന് 169 എന്ന മികച്ച സ്കോർ പടുത്തുയർത്തിയിരുന്നു. മാർക്കോ ജാൻസന്റെ 55 റൺസ് പ്രകടനവും റബാഡ, മഹാരാജ് തുടങ്ങിയ ലോകോത്തര ബൌളർമാരുടെ സാന്നിധ്യവും ന്യൂസിലൻഡിനെ കാര്യങ്ങൾ ദുഷ്കരമാക്കുമെന്ന് തോന്നിപ്പിച്ചു. എന്നാൽ ഫിൻ അലൻ ഇന്ന് ബാറ്റ് ചെയ്യാൻ വന്നത് ഭൂമിയിൽ നിന്നായിരുന്നില്ല, മറിച്ചേതോ അന്യഗ്രഹത്തിൽ നിന്നായിരുന്നു. വെറും 33 പന്തുകൾ നേരിട്ട അലൻ 10 തീപ്പൊരി ഫോറുകളും 8 കൂറ്റൻ സിക്സറുകളും പറത്തി 303.03 എന്ന ഭയപ്പെടുത്തുന്ന സ്ട്രൈക്ക് റേറ്റിലാണ് 100 റൺസ് എടുത്തത്. 2.5 ഓവറിൽ 53 റൺസ് വഴങ്ങിയ മാർക്കോ ജാൻസൺ മുതൽ കഗീസോ റബാഡ വരെ ഒരു ബൌളർക്കും അലന്റെ ഈ സംഹാരതാണ്ഡവത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. ലോകകപ്പ് സെമിഫൈനലിൽ 33 പന്തിൽ സെഞ്ചുറി നേടുക എന്നത് ഒരു ബാറ്റ്സ്മാനെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതത്തിൽ കുറവല്ല. തനിക്ക് മേലുണ്ടായിരുന്ന കടുത്ത സമ്മർദ്ദവും വർഷങ്ങളായുള്ള കഠിനാധ്വാനവും ദക്ഷിണാഫ്രിക്കയെ തകർത്തെറിഞ്ഞ് ഫൈനലിലെത്തിയതിന്റെ സന്തോഷവുമെല്ലാം ആ കണ്ണീരിലൂടെ അണപൊട്ടി ഒഴുകുകയായിരുന്നു. എന്നാൽ മത്സരം ശേഷം മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം വാങ്ങാൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ അപ്പോഴും ചുവന്നിരുന്നു. അവതാരകനായ ഹർഷ ഭോഗ്ലെ ഈ ചരിത്ര നേട്ടത്തെക്കുറിച്ചും ആ കണ്ണീരിനെക്കുറിച്ചും ചോദിച്ചപ്പോൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ അലൻ നൽകിയ മറുപടി കേട്ട് സ്റ്റേഡിയം ഒന്നടങ്കം നിശബ്ദമായി. ഇതൊരു സെഞ്ചുറി മാത്രമല്ലെന്നും തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യമായതെന്നും പറഞ്ഞ അലൻ ഫോം ഇല്ലായ്മയുടെ പേരിൽ താൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും ഉറക്കമില്ലാത്ത രാത്രികളെക്കുറിച്ചും തുറന്നു പറഞ്ഞു. എന്നാൽ അവിടെയൊന്നും തീർന്നില്ല. ഈഡൻ ഗാർഡൻസിലെ ആയിരക്കണക്കിന് ഇന്ത്യൻ ആരാധകരെ നോക്കി അലൻ പറഞ്ഞത് ഈ നിമിഷത്തെ എക്കാലത്തേക്കും അനശ്വരമാക്കി. താൻ ഇന്ന് ഇന്ത്യയോടും ഇവിടുത്തെ ജനങ്ങളോടും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇത് തങ്ങളുടെ ഹോം ഗ്രൗണ്ട് ആയിരുന്നില്ലെങ്കിലും ഈഡൻ ഗാർഡൻസിലെ ഇന്ത്യൻ ആരാധകർ നൽകിയ അത്യുജ്വലമായ പിന്തുണ തനിക്ക് ന്യൂസിലൻഡിൽ നിന്ന് അകലെയാണെന്ന തോന്നൽ പോലും ഇല്ലാതാക്കിയെന്നും അലൻ വികാരാതീതനായി പറഞ്ഞു. ഇന്ത്യ ക്രിക്കറ്റിന്റെ മക്കയാണെന്നും ഇവിടെ വന്ന് ചരിത്രം സൃഷ്ടിക്കാൻ കഴിഞ്ഞത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഇതിഹാസങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമാണ് എക്കാലത്തും തന്റെ റോൾ മോഡലുകൾ എന്ന് പറഞ്ഞ അലൻ കഴിഞ്ഞ ദിവസം സഞ്ജു സാംസൺ കാഴ്ചവെച്ച ആ ഭയമില്ലാത്ത ബാറ്റിംഗ് ശൈലിയും ആക്രമണോത്സുകതയുമാണ് ഇന്ന് തന്റെ കളിയിലും പ്രതിഫലിച്ചതെന്ന് പറഞ്ഞ അലൻ ലോകത്തിലെ ഏറ്റവും മികച്ച ടീമിനെ നേരിടുമ്പോഴാണ് ലോകകപ്പ് ഫൈനൽ ഏറ്റവും മഹത്തരമാകുന്നതെന്നും അതിനാൽ ഫൈനലിൽ ഇന്ത്യൻ ടീമിനെയും ജസ്പ്രീത് ബുംറയെയും പോലെയുള്ള ലോകോത്തര താരങ്ങളെ നേരിടാൻ താൻ അതിയായി ആഗ്രഹിക്കുന്നുവെന്നും പ്രഖ്യാപിച്ചു. 140 കോടി ഇന്ത്യക്കാർക്ക് മുന്നിൽ അവരുടെ സ്വന്തം മണ്ണിൽ ഫൈനൽ കളിക്കുക എന്നത് ഏതൊരു ക്രിക്കറ്റ് കളിക്കാരനും ആഗ്രഹിക്കുന്ന നിമിഷമാണ്. 33 പന്തിൽ സെഞ്ചുറി നേടിയ ശേഷം ഏതൊരു കളിക്കാരനിലും അഹങ്കാരം വരാം. എന്നാൽ തന്റെ കണ്ണീരിലൂടെയും ഈ മഹത്തായ വാക്കുകളിലൂടെയും താൻ എത്ര വിനയമുള്ളവനാണെന്ന് ഫിൻ അലൻ തെളിയിച്ചു. സോഷ്യൽ മീഡിയയിൽ ഫിൻ അലന്റെ ഈ ഇന്റർവ്യൂവും അദ്ദേഹം പൊട്ടിക്കരയുന്ന വീഡിയോയും ഇപ്പോൾ കാട്ടുതീ പോലെയാണ് പടരുന്നത്. വീരേന്ദ്ര സേവാഗിനെയും യുവരാജ് സിംഗിനെയും പോലെയുള്ള ഇതിഹാസങ്ങൾ ഈ ഇന്നിംഗ്സിനെ T20 ക്രിക്കറ്റിലെ 8ാം അത്ഭുതമെന്നാണ് ഇതിനോടകം വിശേഷിപ്പിച്ചിരിക്കുന്നത്. മറുവശത്ത് 169 റൺസ് പ്രതിരോധിക്കാനാവാതെ 12.5 ഓവറിൽ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയ ദക്ഷിണാഫ്രിക്കയുടെ ചോക്കേഴ്സ് എന്ന കളിംഗം ഇപ്പോൾ ഒന്നുകൂടി ഇരുണ്ടിരിക്കുന്നു. എന്തായാലും ഇന്ന് ഫിൻ അലൻ വിജയിച്ചത് ഒരു മത്സരം മാത്രമല്ല, മറിച്ച് 140 കോടി ഇന്ത്യക്കാരുടെ ഹൃദയമാണ്. രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും സഞ്ജുവിന്റെയും സ്വാധീനം തുറന്നു പറഞ്ഞ ഫിൻ അലന്റെ ഈ 33 പന്തിൽ ചരിത്ര സെഞ്ചുറിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? 2026 T20 ലോകകപ്പിൽ ഇന്ത്യയും ന്യൂസിലൻഡും ഏറ്റുമുട്ടണമെന്നും ബുംറയും അലനും തമ്മിലുള്ള ആ യഥാർത്ഥ പോരാട്ടം ലോകം കാണണമെന്നും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തവും യഥാർത്ഥവുമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.